ഹലോ പി എസ് സി ആസ്പിരൻസ്. അപ്പോൾ നമുക്ക് അടുത്ത 8 ചോദ്യത്തിലേക്ക് പോകാം. ഈ 8 എത്ര എണ്ണം കറക്റ്റായിട്ട് അറിയാമായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യണം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. ന്യായവാദാർഹമാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. ഏതൊക്കെയാണ് ശരിയായവ? 1, 3, 4 ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? 24. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുന്നു. തുല്യമായ ജോലി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. 3ഉം 4ഉമാണ് ശരിയായ ഉത്തരം. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം പ്രസിഡന്റ്. അടുത്ത ഷോട്ടിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.